ആ കാലാവസ്ഥ വരുമ്പോഴേ ഇപ്പൊ തുലാമാസം വരുമ്പോഴേ അതുപോലെ തന്നെ ജൂൺ കഴിഞ്ഞ് മഴ പെയ്ത് ഭൂമിക്ക് തണുത്തതിന് ശേഷം രോഗങ്ങൾ കയറി ബാക്ടീരിയ തകരാറ് വരാറുണ്ട്. അത് കണക്കൂട്ടിട്ട് മരുന്ന് കൊടുത്താൽ കേടില്ലാണ്ട് നിർത്താം. മരുന്ന് കൊടുത്തില്ലെങ്കിൽ ചീഞ്ഞു പോകും. അത്യാവശ്യം മെഡിസിൻ കൊടുക്കാണ്ട് നിൽക്കില്ല. ഇല്ല, ഫെലോസിന് മെഡിസിൻ കൊടുക്കാണ്ട്. ഞാൻ ഓർക്കിഡ് കൃഷിക്കാരൊന്നല്ലായിരുന്നു. ഞാൻ എൻ്റെ ഫീൽഡൊക്കെ വേറെയായിരുന്നു. ഞാനൊക്കെ ഫാക്ടറി ജീവനക്കാരൊക്കെ തന്നെയായിരുന്നു. പിന്നെ വയസ്സാം കാലത്ത് ചെടികൾ നേരത്തെ വീട്ടിലുള്ളതായിരുന്നു. അങ്ങനെ ചെടികൾ ധാരാളമായി വീട്ടിൽ. ഓർക്കിഡ് തന്നെയായിരുന്നു. ഓർക്കിഡ് എടുക്കാൻ വേണ്ടി ചിലവ് നോക്കാതെ എവിടെന്നെങ്കിലും ഏത് ഭാഗത്തുണ്ടായാലും അത് ഞാൻ അവിടെ കളക്ട് ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. നമസ്കാരം, എന്നെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് മോഹനൻ. 2024 നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ മാറ്റങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. സാധാരണ മാറ്റം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് മാറ്റം നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് വന്നാൽ പല മാറ്റങ്ങൾ ഇവിടെ വരും. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കണ്ട മാറ്റം. ഓക്കെ ഓക്കെ. നമ്മൾ പണ്ടത്തെ കാലം കളക്ഷനും കാര്യങ്ങളൊക്കെ കൂടുതലല്ലേ ഇപ്പോൾ? കളക്ഷൻ കൂടുതലുണ്ട്, പക്ഷേ ഇപ്പോൾ സെയിൽ കുറവാണ്. സെയിൽ അത്രയ്ക്ക് തന്നെയുള്ളൂ. അത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ ഗ്രോത്ത് കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല അല്ലേ? ഗ്രോത്ത് വരാണ്ട് ഇപ്പോഴത്തെ ഈ അവസ്ഥ അതായിരിക്കും. എനിക്ക് മാത്രമല്ല, പൊതുവെയുള്ള അഭിപ്രായം എങ്ങനെയാണ്, ബിസിനസ് കുറവാണെന്നാണ് അഭിപ്രായം. ചേട്ടൻ പിന്നെ പണ്ട് മുതലുള്ള ഒരു സെല്ലറാണല്ലേ? അതെ അതെ, പണ്ട് കാലം തൊട്ട് ഞാൻ ചെയ്യുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെയിലുണ്ടോ ഇല്ല അല്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് എൻ്റെ തോട്ടം വലുതാക്കി കൊണ്ടുവരാം, അതാണ് എൻ്റെ ലക്ഷ്യം. സെയിലുണ്ടാവുമ്പോൾ ഉണ്ടാവും. എങ്ങനെയായിട്ട് ഇപ്പോൾ നമ്മൾ റീറ്റെയിൽ കസ്റ്റമറാണത് കൂടുതലും ഹോൾസെയിലാണോ വരുന്നത്? ഹോൾസെയിൽ അല്ല, അങ്ങനെയല്ല. കസ്റ്റമർ വരുന്നുണ്ട്, പക്ഷേ പണ്ടത്തെ പോലെ അവർ പർച്ചേസിങ് ചെയ്യുന്നില്ല. അതാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു കൊറോണയുടെ ആ ടൈമിലൊക്കെ അതല്ല, കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുമ്പോൾ ഈ കൊല്ലം ഭയങ്കര മാറ്റമുണ്ട്. ഭയങ്കര കച്ചവടത്തിലുള്ള ഭയങ്കര കുറവ് വരുന്നുണ്ട്. ചേട്ടാ, നമുക്ക് ഇവിടെ ചെടികളുടെ കാറ്റഗറിയും കാര്യങ്ങളൊക്കെ നോക്കിയാലോ? പിന്നെന്താണ്, ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ സ്പെഷ്യലിൻ്റെ തൈകളാണ്. വെറൈറ്റീസിൻ്റെ തൈകളാണ്. ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ സാധാ അതിൻ്റെ തൈകളാണ്. ഇത് കുറച്ചും കൂടി വലുതാണല്ലേ? ഇതിവിടെ വന്നിട്ട് ഞങ്ങൾ പോട്ട് ചെയ്തുള്ളതാണ്. നമ്മളിവിടെ പോട്ട് ചെയ്യുന്നതാണല്ലേ? ഓക്കെ. എന്താട്ടോ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സംഭവം ഇതൊക്കെ മെഷീനിൽ കട്ട് ചെയ്യുന്നതല്ലേ? അതെ, മെഷീനിൽ കട്ട് ചെയ്തു. അത് വെള്ളത്തിലിട്ട് 1 മാസത്തോളം വെള്ളത്തിലിട്ട് എൻ്റെ കറ കളഞ്ഞതിന് ശേഷമാണ് എടുത്ത് ഒന്ന് ചതച്ചിട്ട് നടുള്ളൂ. വേരോടാൻ വേണ്ടിയിട്ടല്ലേ? ചതയ്ക്കുന്നുണ്ട്. പല ഗുണങ്ങളുണ്ട്. വേരോടാനും മാത്രമല്ല, അത് ഒതുങ്ങി കിട്ടാനും ആവശ്യമാണ്. ഓക്കെ. ഇതിപ്പോൾ കൊണ്ടുപോകുന്ന കസ്റ്റമർക്ക് ഇത് റിപ്പോർട്ട് ചെയ്യണം നിർബന്ധമുണ്ടോ? ഇല്ല, 1.5 വർഷത്തിന് 2 വർഷത്തിന് റിപ്പോർട്ട് ചെയ്യണ്ട. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ മതി അല്ലേ? വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇത് സീഡ്ലിങ്ങിൻ്റെ ഒക്കെ ഒരു വിഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് അല്ലേ? അതെ. ഈ സെക്ഷനിലിരിക്കുന്ന എല്ലാം മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റുകളാണ്. പൂ കാണാത്ത പൂവാവിടെ പ്ലാന്റ് അതാത് സമയത്ത് വിറ്റ് പോകുന്നു അല്ലേ? ഓക്കെ. ചേട്ടാ, ഈ ബോട്ടിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ നമ്മൾ ഇരിക്കുന്ന സംഭവം? പ്രത്യേകത വെച്ചാൽ ഒന്നാണ് പരിചരണം. മറ്റത് നമ്മൾ അത് പറഞ്ഞില്ല, ഒരു മാറ്റം വേണമെന്ന്. ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് ഇത്, ഈ പോട്ടല്ലേ? അതെ. അപ്പൊ അതിനൊരു മാറ്റം വന്നു. പിന്നെ ചെടിയിൽ തന്നെ അത് ഇനത്തിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. ആ വ്യത്യാസം കൂടി ഇതിലെടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സാധാരണ ഡെൻഡ്രോബിയ അല്ലേ? സാധാരണ ഡെൻഡ്രോബിയത്തിനും അല്പം വില കൂടുതലുണ്ടായിരുന്നു. ഒരു 100 രൂപ അതിന് സാധാരണ വിട്ട് 100 രൂപയോളം വില കൂടെ വ്യത്യാസം. പ്രത്യേകത ഞാൻ ഉണ്ടാക്കുന്നതിന് ശരിയായ കൃത്യമായ വളം, അത് ശരിയായ ശാസ്ത്രീയമായി തന്നെ അതിന് വളം ചെയ്യുന്നു. അത് അതിന് കിട്ടേണ്ട സമയത്ത് ഏത് വളം എപ്പോൾ കിട്ടണം അതിനനുസരിച്ച് നമ്മൾ വളം ചെയ്യുന്നു, അത് കിട്ടുന്നു. അതാണ് എൻ്റെ പ്രത്യേകത. അത് ഓരോന്നിൻ്റെ ചെടിയിൽ കണ്ടാൽ തന്നെ എൻ്റെ അറിയാൻ കഴിയും. അതിൻ്റെ പുതിയ മുളകൾ വരുന്നതും അത് കണ്ടില്ലേ? ഈ ചെറുപ്പത്തിൽ തന്നെ പുതിയ മുളക് ഇട്ടിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൃത്യമായി വളം കിട്ടുന്നു, കൃത്യസമയത്ത് വേണ്ടവർ ചെയ്യുന്നതുകൊണ്ടാണ് കിട്ടുന്നത്. അതൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോകുന്ന ആൾക്കായാലും അത് വേറെ ഒന്നും ചെയ്യണ്ട അല്ലേ? കൊണ്ടുവന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്യേണ്ട. അവർ 2 വർഷത്തിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 2 വർഷം കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാം. 2 വർഷം കഴിഞ്ഞാൽ വലുതാവും. അപ്പോൾ ഈ പോട്ടിൽ നിന്ന് മാറി വേറെ പോട്ടിലേക്ക് ചെയ്യണം. കുറച്ചും കൂടി വലിയൊരു പോട്ടിലേക്ക് എടുത്തു. അല്ലെങ്കിൽ ഇത് മറിഞ്ഞു വീഴും. ഈ പോട്ടിൽ നിന്നിട്ട് മറിഞ്ഞു വീഴും. വെയിറ്റ് വരുമ്പോൾ അല്ലേ? വെയിറ്റ് വരും, മറിഞ്ഞു വീഴുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലവർ ചെയ്തുണ്ടല്ലേ അതിൽ? ആവുന്നു. ഇതിപ്പോൾ ഇന്ന് കണ്ട ഫ്ലവർ ഇപ്പോൾ നാളെ വരുമ്പോൾ ഉണ്ടാവണമെന്നില്ല. ഫ്ലവർ വന്നിട്ട് എനിക്കത് കാണാൻ കിട്ടുന്നില്ല ഇവിടെ. ശരിക്കും ചേട്ടാ, നമ്മൾ മെയിനായിട്ട് എന്തൊക്കെ വെറൈറ്റീസാണ് ചെയ്യുന്നത് ഇവിടെ? അല്ലാണ്ട് നമുക്ക് വേറെ എന്തൊക്കെയുള്ള? ഓർക്കിഡ് മാത്രം ഇവിടെ ചെയ്യുന്നുള്ളൂ. ഓർക്കിഡിൽ പല വെറൈറ്റികളുണ്ട് കിട്ടാവുന്ന. ഇപ്പം നമ്മുടെ ഇപ്പം ഈ തീരപ്രദേശ ഉഷ്ണമേഖലയിൽ പൂ ഉണ്ടാവുന്ന എല്ലാ ഇനങ്ങളും ഇവിടെ ഉണ്ട്. ഈ ഡെൻഡ്രോബിയത്തിൽ തന്നെ എത്രയോ വെറൈറ്റികൾ ഇപ്പം നമ്മൾ ഈ കണ്ടുവന്നതിൽ തന്നെ ഒരു 30-40 വെറൈറ്റി ഇപ്പം കടന്നുപോയി.
എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ? ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മിക്സ് ചെയ്ത് വെക്കാന്ന് വെച്ചാൽ വേർതിരിച്ച് വെക്കാന്നല്ല, നമുക്ക് കിട്ടുന്നതനുസരിച്ച് റാക്കമിൽ വെക്കുന്നു. പൂവിന്റെ ഇതിന്റെ വളത്തിന്റെ ഒക്കെ ഒരേ സ്വഭാവം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വെക്കുന്നു. പിന്നെ എനിക്കറിയാം, പിന്നെ ടാഗ് അതിൻ്റെ പേരുണ്ട്, ആ പേരിനനുസരിച്ച് അതിന്റെ വില നമുക്കറിയാം. എല്ലാ ചെടിയും ടാഗ് ഉണ്ട്. അങ്ങനെയാണ് ഇപ്പൊ തിരിച്ചറിയുന്നത് പൂവില്ലാത്ത സമയത്ത്. എല്ലാത്തിനും ഐഡിയ ഉണ്ടല്ലേ? എല്ലാ പൂ വന്നുകൊണ്ടിരിക്കുന്നു. പൂ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ടാഗ് നോക്കിയിട്ട് മുട്ടാകുമ്പോൾ തന്നെ എടുത്ത് പോകുന്നു. ഇവിടുന്ന് വിരിയാൻ കിട്ടുന്നില്ല. ഡെൻഡ്രോബിയത്തിൽ സാധാരണ പൂ ഉണ്ടാവുന്നു ആദ്യ സ്റ്റേജ്. അതെ, ആദ്യം വരുന്നു. ഇത് ഈ ചെടീന് വലുതാവും. വലുതാകുമ്പോൾ പൂവിന്റെ എണ്ണം കൂടും, വലിയ കൊലയാവും, ചെടി വലുതാവും. പിന്നെ ഇതിരിക്കുന്നൊരു പുതിയ ഇതാണ്, മണം, ഭയങ്കര മണമുള്ള ചെടിയാണ്. ഇതിന്റെ പേര് ഹരിസോണിയാന. ഇത് തൽക്കാലം ഇപ്പം അന്വേഷിച്ച കിട്ടുന്നില്ല. മിക്ക ഇടത്തും ഇതിപ്പോൾ ആരും കൊണ്ടുവന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്കത് കിട്ടി. കിട്ടിയപ്പോൾ മൊത്തം ഞാൻ മേടിച്ചു. അങ്ങനെ ഇപ്പം എൻ്റെ കയ്യിൽ ഇത് വന്നത്. ഷോർട്ടേജ് ഉള്ളൊരു അതെ 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 അന്വേഷിച്ചാൽ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ചെടിയല്ല അത്. നല്ല സ്മെല്ലാണല്ലോ വിരിഞ്ഞ്. അതെ അതെ, വിരിഞ്ഞ് കാലത്തും വൈകിട്ടാണ് അതിൻ്റെ സ്മെല്ല് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. മണപ്പിക്കൊന്നും വേണ്ട, ഈ ഇതിൻ്റെ എടുത്തു കൂടെ പോകുമ്പോൾ തന്നെ മണം കിട്ടും. ഉണ്ടല്ലേ? ഇതിപ്പോ തൈയാണെങ്കിൽ പൂവിന്റെ പ്രായമായിട്ടുണ്ട്. ഇത് എത്ര സാധാരണ ഓർക്കിന്റെ അത്ര വളർച്ച ഉണ്ട്? 1.5 മാസം നിൽക്കുന്നുണ്ട് പോലെ പൂ നിൽക്കുന്നുണ്ട്. മാത്രമല്ല നല്ല സ്മെല്ലുണ്ട്. നല്ല സ്മെല്ലുണ്ട്. പിന്നെ ഇതൊക്കെ സ്പെഷ്യലായിട്ട് വരുന്ന ചെടികൾ. എത്ര വലിയ ചെടി ഇതൊക്കെ തായ്ലൻഡിൽ നിന്ന് ഇതുമാതിരി പൊട്ട് ചെയ്ത് വരുന്ന ചെടികൾ. ഇവിടെ പൊട്ട് ചെയ്തല്ല, ഇങ്ങനെ വരുന്നതാണ്. ഇതിങ്ങനെ വരുന്നതാണ്. തായ് വെറൈറ്റീസ് പറയാല്ലേ ഇതൊക്കെ? അതെ, ഇതല്ല തായ്ലൻഡിൽ തന്നെയുള്ള എല്ലാവിടെ തന്നെ വരുന്നത്. എല്ലാവിടെ തന്നെ വരുന്നത്. എല്ലാത്തിനും ടാഗ് ഉണ്ടല്ലോ? എല്ലാത്തിനും ടാഗുണ്ട്. ഇതൊക്കെ മിനിയേച്ചർ വെറൈറ്റിയിൽ വരുന്നു. ഇതൊക്കെ മിനിയേച്ചറിൽ വരുന്നത് സിംബീഡിയത്തിൽ വരുന്നു. സിംബീഡിയം. പിന്നെ ഹാങ്ങിങ് കിടക്കുന്ന ചെടികളൊക്കെ കാണുമ്പോൾ സ്പെഷ്യലൊന്നുമല്ല, സാധാ ചെടികൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ ആ പൊട്ടിങ് ചെയ്തതിൻ്റെ പ്രത്യേകതയും പിന്നെ വളം കൊടുക്കുന്ന പ്രത്യേകത അത് ഇള പൊട്ടി വലുതായിട്ട് വരുന്നു. അതൊക്കെ തന്നെ എൻ്റെ പ്രത്യേകത. ഈ പ്രത്യേകത ഇവിടെ തന്നെ കാണുള്ളൂ. മറ്റുള്ളടത്ത് നിങ്ങൾക്ക് ഇതുപോലെ പ്രത്യേകം കിട്ടുന്നില്ല. ഇത് ഹിബിക്കി എന്ന് പറഞ്ഞിടാനാണ്. ഏതാണ് ഹിബിക്കിന്റെ പ്രത്യേകത? എന്താ ഇതിന്റെ പ്രത്യേകത? പൂവുള്ള ചെടി അപ്പുറത്തിരിക്കുന്നുണ്ട്. ഇതിന്റെ ഈ അടിയിൽ നിന്നാണ് പൂ വരാ. അടിയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ പൂ വരാ. മിനിയേച്ചറാണ്. അതെ, മിനിയേച്ചറാണ്. അധികം ഹൈറ്റ് വയ്ക്കില്ല, അതെന്ന് മാത്രം. ചേട്ടാ, സാധാരണ ഡെൻഡ്രോബിയം നോക്കുന്നതിലും സ്പെഷ്യലായിട്ട് ഇതുപോലെ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലില്ല, പ്രത്യേക കെയർ ഒന്നും വേണ്ട. ഓവർ വാട്ടറിങ് ഹിബിക്കുന്നല്ല. അത് അതിൽ രോഗം വരാൻ, ചീഞ്ഞു പോകാൻ, ചീച്ചൽ വരാൻ ആവശ്യത്തിന് മാത്രം വെള്ളം മതി അല്ലേ? ആവശ്യത്തിനും കുറച്ച് മതി. ആവശ്യത്തിന് ഡെൻഡ്രോബിയത്തിനും വെള്ളം കുറച്ച് മതി. കുറച്ച് മതി അല്ലേ? ഇത് ഈ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ എല്ലാ വെറൈറ്റികളാണ് ഈ ചെടികളൊക്കെ. ഈ ചെടികളൊക്കെ വലുതായി വന്നിട്ടുണ്ടെങ്കിൽ 600 രൂപ വരെ കിട്ടാവുന്ന സ്റ്റേജിൽ വന്നിട്ടുണ്ടെങ്കിൽ എത്ര നാൾ എടുക്കും? ഇതൊക്കെ 6 മാസം കഴിയുമ്പോഴേക്കും ഫ്ലവർ ആകും. 6 മാസം കൊണ്ട് ഫ്ലവർ ആകും. ഇരിക്കുന്ന 6 മാസം കൊണ്ട് ഫ്ലവർ ആകും. അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടല്ലോ. ഗ്രോത്ത് വന്നു. ആദ്യം വന്ന സ്റ്റേജാണ് ഈ കാണുന്നത്. ഏറ്റവും താഴ്ത്തിരിക്കുന്നത് വന്നുള്ളൂ. വന്ന സ്റ്റേജാണ് ഈ കാണുന്നത്. ഇതിനെയാണ് നമ്മളിങ്ങനെ ആക്കിയെടുക്കുന്നത് അല്ലേ? അത്യാവശ്യം ഫെർട്ടിലൈസറും അതിൻ്റെതായ ഫെർട്ടിലൈസർ കൊടുത്തിട്ട് നമ്മൾ അതിനെ വലുതാക്കി കൊണ്ടുവരുന്നു. പിന്നെ ഇത് വലുതായിട്ട് പൂണ്ടാവള് ഇവിടെ കിട്ടുന്നില്ല. അപ്പോഴേക്കും ഓരോരുത്തർ കൊണ്ടുപോകും. സെയിൽ. അപ്പോൾ ഇവിടെ സ്ഥലം കാലിയാവുന്നതനുസരിച്ചിട്ട് അതെടുത്തിട്ട് റിപ്പോർട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ. എങ്ങനെയാട്ടാ ഇത് കൂടുതലായിട്ട് ഈ ബ്ലൂമിങ് സ്റ്റേജിലുള്ള ചെടികളാണോ അത് തൈക്കൾക്കാണോ ആവശ്യക്കാർ കൂടുതൽ? അല്ല, എല്ലാവരും ആവശ്യക്കാരുണ്ട്. നഴ്സറിക്കാർ വരുന്നുണ്ടല്ലോ, അവർക്ക് പല ടൈപ്പിലുള്ള സാധനങ്ങൾ കിട്ടണം. അപ്പോൾ ഈ നമ്മുടെ നഴ്സറിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ റീറ്റെയിലേഴ്സും ഉണ്ട്, ഹോൾസെയിലും ഉണ്ട്. റീറ്റെയിലർ നമ്മളോട് സെയിൽ ചെയ്യുന്നില്ല ഇവിടെ. നമ്മൾ പൊതുവെ വില അങ്ങനെ പുറച്ചെന്നെ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നഴ്സറിക്കാർ വരുമ്പോൾ പിന്നെ അവർക്ക് അധ്വാനം കൂടുതൽ അവർക്കല്ലേ. അകലം വഴിയിൽ നിന്ന് വരുന്നു. അവർക്കും ഇനി ചിലവ് കഴിച്ചെന്തെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ കഴിയുന്നത് നമ്മൾ ആദായം കുറയ്ക്കുന്നു. ആദായം തന്നെ കഷ്ടിച്ച് ആദായം വളരെ ചെറിയ പെർസെൻറ്റേജ് എടുക്കുന്നുള്ളൂ, അവർക്ക് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നു. ചെറിയൊരു മാർജിൻ എടുക്കുന്നുള്ളൂ അല്ലേ? വളരെ ചെറിയ മാർജിനാണ് നഴ്സറിക്കാർക്ക് ഇന്ന് മേടിക്കുന്നുള്ളൂ. പിന്നെ നമുക്കും അടുത്ത സ്റ്റോക്ക് വരാകുമ്പോൾ കാശുണ്ട്. അവർ വന്നാലേ കാശുണ്ടാവുള്ളൂ. ഇത് അതെ മെച്ചൂറായി. ഇതിൽ മെച്ചൂറായി ഫ്ലവർ ചെയ്ത് തുടങ്ങി. കാറ്റയിൽ പെട്ടുള്ളതാണ്. കാറ്റയിൽ വിട്ട് പല കാറ്റിലെ വെറൈറ്റി അതുപോലെ ഇവിടെ. ഇതിൻ്റെ ചെറുത് വലുതായിട്ട് പല പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് വേറെയാണ്.
ഇവിടെ വന്ന കാറ്റ്ലിയുടെ നമുക്ക് ചെറിയ സീഡ്ലിങ്സ് ഒക്കെ അവൈലബിൾ ആണോ? കിട്ടും. ഇത് സെക്കൻഡറാണ്. സെക്കൻഡർ ഓക്കെ. കിട്ടത്തിൽ പല വെറൈറ്റിയാണ്. അത് വന്നിട്ട് ഗ്രാമറ്റോഫൈല അല്ലേ? ഇതിൽ 2-3 കളർ ഉണ്ട് അതിൽ. കിടക്കുന്നെല്ലാം ഓരോ വെറൈറ്റീസ് ആയിരിക്കും അല്ലേ? പൂവിൽ മാറ്റമുണ്ട്. 2-3 കളർ ഉണ്ട് അതിൽ. അതിന് വല്ല സ്പെഷ്യൽ കെയർ നമ്മൾ കൊടുക്കേണ്ട കാര്യമുണ്ട്? അത് ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അതിന് ഇത് പറഞ്ഞ പോലെ വെള്ളം കൂടാൻ പാടില്ല. ഓവർ വാട്ടറിങ് ചിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. വേര് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? കട ചെയ്യും, വേലയൊക്കെ ചെയ്യും. വെള്ളം ഇത്തിരി നിയന്ത്രിക്കണം. പിന്നെ എടുക്കുന്നെല്ലാം നമ്മൾ നേരത്തെ കണ്ടതിന്റെ വെറൈറ്റീസ് അല്ലേ? അതെ, പല വെറൈറ്റികൾ. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പിലുള്ള ചെടികളും പല സെറ്റിങ്ങിലും ഒരാൾക്ക് ആവശ്യമായ സെറ്റിങ്. ചിലർ ഹാങ് ചെയ്യണവരുണ്ടായിരിക്കും, ഇത് കൊണ്ടുപോവാ. അത് ഇനി പോട്ട് ചെയ്ത് പല വലിയ പോട്ടിൽ, ചെറിയ പോട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്, വലിയ പോട്ടിൽ ചെയ്തിട്ടുണ്ട്. വരുന്നവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ വന്നാൽ മതി. ഇതെല്ലാം ഫെലോപ്സിസ്. മുക്കാരയുടെ തൈകളാണ്. തൈകൾ ഇത് കൊണ്ടൊന്ന് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് ഇത് ഒരു 100 മേലെ ഉണ്ടാവും. അല്ല, ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ച് വേര് വന്ന ശേഷം വേർതിരിച്ച് നമ്മൾ പോട്ടിലാക്കുള്ളൂ. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കട്ടയച്ച് കൊടുക്കും. കെട്ടി വെച്ചിരിക്കുകയാണ്. അത് എല്ലാത്തിനും ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെ ടാഗുണ്ട്. ഇത് ഡയറക്റ്റ് വെയിൽ ആവശ്യമില്ല അല്ലേ? ഇതിന് വെയിലൊക്കെ ആവശ്യമാണ്. ഇപ്പം വെയിൽ പാടില്ല. ഇപ്പം ഇത് വേര് പൊട്ടുന്ന നേരം വെയിൽ പാടില്ല. തള്ളത്തിരുന്നിട്ട് വേര് പൊട്ടണം. വേര് പൊട്ടിയതിന് ശേഷം അത് മിക്കവാറും ഈ മഴക്കാലത്താണ് പുറത്തേക്ക് മാറാൻ പതിവ്. പിന്നെ വെയിലും മഴയും കൊണ്ടുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. എങ്കിലും ഒരു 50% കൂടുതൽ വെയിൽ ഇഷ്ടപ്പെടാത്തവരാണ്. കൂടുതൽ വെയിൽ തട്ടിയാൽ ഇവർ ഇലയമേൽ ചെറിയ നിറ വ്യത്യാസം പഴുപ്പില്ല. പക്ഷെ ഓവർ വെയിൽ വന്ന പൂവൊക്കെ 1 മാസം കഴിയുമ്പോഴും പൂവ് വെയിലിൻ്റെ കിടം കൊണ്ട് പൂവൊക്കെ എൻ്റെ വേഗം വാടാനൊക്കെ. ഫുൾ വെയിൽ വേണ്ട അവർക്ക്. ഇനി ഫുൾ വെയിൽ തിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ചെടിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല. ഈ പൂവ് ലാസ്റ്റ് ചെയ്യില്ല, അതൊന്നും മാത്രമേ ഉള്ളൂ. ഫുൾ വെയിലത്ത് വെക്കും ധാരാളം ആൾക്കാരുണ്ട്. ചിലർ പറയാറുണ്ട് വെയിലത്ത് വെക്കണമെന്ന് പറയാറുണ്ട്. കാരണം അവർക്ക് വെയിലത്തിരുന്നിട്ട് കേടാവുന്നില്ലല്ലോ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ 50% മേലെ വെയിൽ ഇതിന് വേണ്ട എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ അനുഭവത്തിലുള്ളതാണ്. ചെടി നന്നാവാനും കൂടുതൽ നാൾ പൂവ് നിൽക്കും. അതിന് വെയിൽ കുറയാണ് നല്ലത്. മോനോട്ടിങ്ങനെ ഫ്രണ്ട് ഓഫീസ് സാധാരണ ചെറിയൊരു പോട്ടിലൊക്കെ വെച്ചാൽ നമ്മൾ കണ്ടേക്കണേ. ഇങ്ങനെ വെക്കാന്നുള്ളത് ആണ് വെച്ചിട്ട് കണ്ടില്ല. ഓരോന്നിന്റെ ഗ്രോത്ത് കണ്ടില്ലേ? അതെ, ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്. പക്ഷെ ഫെല്ലോസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫെല്ലോസ് ഈ തണുകാലം വരുമ്പോൾ തണുപടിച്ചുകൊണ്ട് കേട് സംഭവിക്കാതെ ചീച്ച് വരാറുണ്ട്. ആ നേരത്തൊക്കെ മരുന്ന് കൊടുക്കാറാണ് പതിവ്. ഓർക്കിഡിലെ ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫെല്ലോസിനാണ്. ഫെല്ലോസിസ് അതിൻ്റെ കാലാവസ്ഥയുണ്ട്. ആ കാലാവസ്ഥ വരുമ്പോഴേ ഇപ്പോൾ തുലാമാസം വരുമ്പോഴും അതുപോലെ തന്നെ ജൂൺ കഴിഞ്ഞ് മഴ പെയ്ത് ഭൂമിക്ക് തണുത്തതിന് ശേഷം രോഗങ്ങൾ കയറി ബാക്ടീരിയ തകരാറ് വരാറുണ്ട്. അത് കണക്കൂട്ടിട്ട് മരുന്ന് കൊടുത്താൽ കേടില്ലാണ്ട് നിർത്താം. മരുന്ന് കൊടുത്തില്ലെങ്കിൽ ചീഞ്ഞു പോകും. അത്യാവശ്യം മെഡിസിൻ കൊടുക്കാണ്ട് നിൽക്കില്ല. ഇല്ല, ഫെല്ലോസിന് മെഡിസിൻ കൊടുക്കാണ്ട് നിർത്താൻ എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ്. ചേട്ടാ, ഇങ്ങനെ നമ്മൾ ഈ ചട്ടിയിൽ വെച്ചുകൊണ്ടെന്താ ഗുണം വരുന്നുണ്ടോ? ശനിയായിട്ട് ചെടിയുടെ ഗ്രോത്താണോ? ഗുണം ചെടിയുടെ ഒന്നാലും കൂടുതൽ മീഡിയ കൂടുതൽ കിട്ടി. ഈ മീഡിയ വന്നു കഴിഞ്ഞാൽ വേരുകൾ കയറി പിടിക്കാനും വായുസഞ്ചാരം കിട്ടുന്നത് എൻ്റെ ചെടിയുടെ വളർച്ചയൊക്കെ കൂടുതലാണ് കാണുന്നത്. ഉണ്ടായി കാണുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഗ്രോത്ത് കുറവാണെങ്കിൽ പിന്നെ നമ്മൾ പഴയ മാതിരി ചെറിയ ചട്ടിയിൽ വെച്ചാൽ മതി. പരീക്ഷണാർത്ഥം ചെയ്താണോ? അല്ല, സ്ഥിരമായിട്ട് എന്തെങ്കിലും ഉള്ളതാണ്. ഇങ്ങനെ ഇപ്പൊ വെച്ചിട്ട് ഇപ്പോൾ ഒരു 4 മാസമായിട്ട് അത്യാവശ്യം ഊട്ടൊക്കെ കൂടി ഉണ്ടാവും അല്ലേ? ഊട്ടടി ചെടിക്ക് വലിയ ചെടികളായി വന്നു തുടങ്ങി. ഫ്ലവർ ചെയ്തതാണല്ലേ? ഫ്ലവർ ഉണ്ടായിരുന്നു, വെക്കുമ്പോൾ ഫ്ലവർ ഉണ്ടായിരുന്നു. പിന്നെ ചെറുപോട്ടിലും വെക്കാം. ഇതൊക്കെ ചെറുപോട്ടിലും കുറച്ചുകൂടി ഭംഗി ഇതാണല്ലേ? ഭംഗി. അത് ഇത് ഭംഗി. ഇത് ഈ രണാന്തരയാണ്. രണാന്തര ഇതൊക്കെ മഞ്ഞയാണ്. ഇതിവിടെ വരെ മഞ്ഞ. ഇതിവിടെ വരെ മഞ്ഞ ഇല കണ്ടറിയാം, ഞങ്ങൾക്കറിയാം. മഞ്ഞ അത് പറഞ്ഞ ചോപ്പാണത്. അതങ്ങനെ ചോപ്പാണ്. ചോപ്പിന് നിലയ്ക്ക് ചെറിയ മാറ്റമുണ്ട്. കളർ കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു സ്റ്റെമ്മ് പോയിട്ട് റെഡ് ഫ്ലവർ റെഡ് ഫ്ലവർ. അതായത് പൂവ് കൊല വരും. കൊലബിലെ ബ്രാഞ്ച് പൊട്ടിയിട്ട് പൂവ് വരുന്നു. പൂവ് കഴിഞ്ഞ് കട്ടിങ് കൊണ്ടുവന്നാണത്. ഇനി ഇത് ഇവിടെ പ്ലാന്റ് ചെയ്യുള്ളൂ. ഇത് ചട്ടിന്ന് മാറ്റും. ഇപ്പൊ ഈ ചട്ടിന്ന് മാറ്റും. ഇതിങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരുത്. എങ്ങനെയാ പ്ലാന്റ് ചെയ്യാൻ എങ്ങനെയാണ്?
ഇത് ഇവിടുന്ന് മാറും. ഇപ്പോൾ തള്ളാണ്. ഇനിയിപ്പോൾ ഈ മഴയോട് കൂടിയിട്ട് ഇവരെ പുറത്തേക്ക് ഇറക്കും. ഏതാണ്ട് മൊക്കാറ വെറൈറ്റി വരുന്ന ചെടിയാണ്. അതെ അതെ അതെ. ഇനിയിപ്പോൾ പോണത് വീണ്ടും ഡെൻഡ്രോബിയത്തിൻ്റെ ഡെൻഡ്രോബിയം അതെ പൂവായി വരുന്നു. ഇതൊക്കെ ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവർ ചെയ്തൊരു സെക്ഷനിലാണ് നമ്മൾ വരുന്നത് അല്ലേ? ഫ്ലവർ ചെയ്ത സെക്ഷൻ അപ്പുറത്തുണ്ട്. ഇവിടെ ഉണ്ട് മൊത്തം ഫ്ലവറാണ്. ഇപ്പോൾ ഫ്ലവറിൻ്റെ സമയം തന്നെയാണ്. വെയിൽ വന്ന ഫ്ലവറായി. ഫ്ലവറിങ്ങിന് കറക്റ്റ് സീസൺ ഉണ്ടോ അതെങ്കിലും എന്തെങ്കിലും? തണുകാലം വന്നപ്പോൾ കുറയും. വെയിലുണ്ടെങ്കിൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഫ്ലവർ വന്നു കഴിഞ്ഞ് പിന്നെ അത് ആദ്യം മുള പൊട്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത കൊല വരാൻ സാധ്യതയുണ്ട്. ഇപ്പം ഇതിന് വന്നു കഴിഞ്ഞു. ഇതിന് ഈ 2 കൊല കഴിഞ്ഞ് അടുത്ത കൊല കിട്ടാൻ പ്രയാസമാണ്. ഇത് കാരണം തയ്യാണ്. അതിന് അടുത്ത മുള ഇതിൽ വന്നിട്ട് വേണം ഫ്ലവർ. അതിൻ്റെ പ്രായം എങ്ങനെയാണ്. ആ സമയത്ത് അപ്പുറത്തേക്കാണെങ്കിൽ വലിയ ചെടികളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കൊല പൂവന്നു. ഒരു കൊലയല്ല, കീഴ്പ്പെട്ട് ഒരു 4, 5, 10 ഇല കീഴ്പ്പെട്ട് വരെ പൂവ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ ഇനങ്ങൾ തന്നെയുണ്ട്. അങ്ങനത്തെ ഇനങ്ങൾ എവിടെ പ്ലാന്റ് ചെയ്യുള്ളൂ. ആവശ്യമാണെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം അല്ലേ? അത് റിപ്പോർട്ട് ചെയ്യണം. ഇത് കൊണ്ടുപോകണവർ റിപ്പോർട്ട് ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞ ലക്ഷം അതുപോലെ വരുള്ളൂ. ഓക്കെ. കറക്റ്റ് ഗ്രോത്ത് കിട്ടണമെങ്കിൽ 3 വർഷം കഴിയണം അല്ലേ? ശരിയായ ഇതിലേക്ക് 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വളമൊന്നും നമ്മൾ ചെയ്തിരിക്കുന്നു. ചെടി ഫ്ലവർ ചെയ്യും. അതെ. അതിന് പ്രത്യേകത ഇതിനുണ്ട്. അതിന് പ്രത്യേകത മറ്റൊരു കാരണമാണ്. ഇപ്പോൾ വളം കൊടുത്താലാണ് പൂവുണ്ടാവുള്ളൂ. 2-3 വർഷം കഴിഞ്ഞ് ചെടി വലുതായി വലിയ കട ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കൊല പൂവ് കിട്ടുകയും ചെയ്യും. വളം സാധാരണ വളം വളരെ കുറച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പൂത്തുകൊണ്ടിരിക്കും. അതായത് ഓർക്കിഡുകളുടെ പ്രത്യേകതയാണ്. പിന്നെ ചിലപ്പോൾ ഈ കാലാവസ്ഥ തകരാറ്, നിരന്തരമായ മഴ പെയ്യുമ്പോൾ അതിനും ചിലപ്പോൾ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മരുന്ന് എടുത്താൽ മതി. എങ്കിലും രോഗം കുറവാണ്. നമ്മുടെ ഈ വർഷത്തെ കാലാവസ്ഥ ചൂട് കൂടുതലാണ്. പക്ഷേ ഓർക്കിഡിനെ സംബന്ധിച്ചോളം കുഴപ്പമൊന്നുമില്ല. കണ്ടത് വെയിൽ കൊണ്ടിട്ടത് ഇത് കാണുന്നില്ലേ? ഞങ്ങൾ വെച്ച് പഠിപ്പിക്കുകയാണ്. കാരണം വെയിലും മഴ കൊണ്ടാലും ചെടി ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സ്വഭാവം മാറ്റിയെടുക്കുന്നു. തള്ളത്തന്നെ വെച്ച് വഴി അല്ലെങ്കിൽ മീഡിയം വെയിലിൽ മാത്രം വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വെയിലത്തേക്ക് പെട്ടെന്ന് മാറിയ ഇല കൊള്ളും. ആ സമയത്ത് അത് വെച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഈ പുതിയ വരുന്ന ഷൂട്ടുകളെല്ലാം അത് കാലാവസ്ഥ അതിജീവിച്ചു വരികയാണ്. വേറെ പ്രശ്നങ്ങൾ അവർക്ക് വരുന്നുണ്ട്. രോഗം കുറയും. ഇനിയിപ്പോൾ ഇവിടുന്ന് പൊടുന്നപ്പോൾ മഴ വന്നാലും ശരി ഇതിന് രോഗം വരുന്നില്ല. കാരണം ഒരു മഴയുടെ കാലാവസ്ഥ കഴിഞ്ഞു പോയി ഇപ്പോൾ വെയിലിനെ അവർ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോട് യോജിച്ച് അതെ. പിന്നെ അവർക്ക് ജീവിക്കണ്ടേ? ആ കാലാവസ്ഥയിൽ ജീവിക്കാൻ പറ്റിയാണ് ഞാൻ അതിജീവിച്ചു. അല്ലാത്തവണെ അത് നശിച്ചു. അതെ. അപ്പം അത് പറഞ്ഞില്ല, വെയിലത്ത് തീയിൽ മുളച്ചത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ തീയിലല്ലെങ്കിലും വെയിലുകൊണ്ട് വളരുന്നതാണല്ലേ. ചേട്ടാ, നമ്മളെ മൊത്തത്തിൽ പറയുമ്പോൾ ഈ ഓർക്കിഡ് ചെടികൾക്ക് വരുന്നൊരു രോഗബാധ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ തകരാറാണ് കൂടുതൽ വരുന്നത്. ഫംഗൽ തകരാറ്, പൂപ്പൽ രോഗങ്ങളും ബാക്ടീരിയ തകരാറും സാധാരണ. ചീച്ചിൽ കാര്യങ്ങളൊക്കെ അല്ല? ചീച്ചിൽ വരുന്നത് 2 തരത്തിൽ ചീച്ചിൽ വരുന്നുണ്ട്. ചീച്ചിലുണ്ട്, അഴുകലുണ്ട്. അഴുകൽ പെട്ടെന്നാവും. അഴുകൽ അഴുകി തന്നെയാണ് നിൽക്കുന്നത്. ചീച്ചിൽ പദം പോലെ ഇരിക്കും, ചീഞ്ഞിട്ട് പദം പോലെ ഇരിക്കും. അതിന് ചീച്ചിൽ എന്ന് പറയുന്നത്. മറ്റൊരു അഴുകൽ എന്ന് പറയാം. ഈ 2 രോഗം. അഴുകൽ വരുന്നത് ബാക്ടീരിയ തകരാറാണ്. ചീച്ചിൽ എന്ന് പറഞ്ഞാൽ ചീച്ചിൽ രോഗമുണ്ട്. അപ്പം അതിനാണ് നമ്മൾ മാംഗോ സബ് ഒക്കെ ഉപയോഗിച്ച് മാറുന്നത്. മാംഗോ സബ് കൊടുത്താൽ മതി. ഇതിന് കുഴപ്പമില്ല. ആൻറ്റിബയോട്ടിക് തന്നെ കൊടുക്കണം. ആൻറ്റിബയോട്ടിക് കൊടുക്കണം. ആ ചീച്ചിലുള്ള മരുന്നുണ്ട്. ആൻറ്റിബയോട്ടിക് കൂടാതെ ടെബുകോണസോളാണ് സാധാരണ ഫെല്ലോസിന് കൂടുതൽ വരട്ടെ. ഡെൻഡ്രോബിയത്തിന് വളരെ അപൂർവമായിട്ട് രോഗം വരാറുള്ള. അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുത്ത ബാക്ടീരിയക്ക് സാധാരണ മനുഷ്യന്മാർക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ വരുന്ന ഓർക്കിഡും കൊടുക്കുന്നു. പിന്നെ ആ വന്ന ചീച്ചിൽ മാറാൻ വേണ്ടി ടെബുകോണസോൾ കൊടുക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡെൻഡ്രോബിയത്തിലെ ഓർക്കിഡിൻ്റെ വെറൈറ്റിയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അസുഖം വരുന്ന ഫെനലോപ്സിസ് ആണല്ലേ? ഫെനലോപ്സിസിനാണ് കൂടുതൽ അസുഖം. പ്രതിരോധം വളരെ കുറവാണ് ഫെനലോപ്സിസ്. പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് തന്നെ വെറൈറ്റീസിനും കൂടുതലായിരിക്കും അല്ലേ ആ ഒരു കാലാവസ്ഥയിൽ ജീവിച്ചുകൊണ്ട്? ഇല്ല, കാലാവസ്ഥ ഏറെക്കുറെയൊക്കെ ശരി തന്നെയാണ്. എങ്കിലും ഇവിടുത്തെ നല്ല കാലാവസ്ഥ ഓർക്കിഡെ സംബന്ധിച്ച് തായ്ലൻഡാണ്. തായ്ലൻഡ് നമ്മുടെ ഇവിടെ ഇപ്പോൾ തോടും ചിറകളും പുഴകളൊക്കെ കുറവാണ്. അവിടെ അങ്ങനെയല്ല. തായ്ലൻഡിൽ ജലാശയങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് വായുവിൽ ജലാംശം കൂടുതലുള്ളതുകൊണ്ട് അത് ഓർക്കിഡുകൾക്ക് വളരെ നല്ലതാണ്. നമ്മുടെ ഇവിടെ
കുറവാണ്. അതിൻ്റെ ക്ലൈമറ്റായിട്ട് ഇണങ്ങി ജീവിക്കുന്നു. അത് ജീവിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഗ്രോത്തും പൂ കൂടാനും ഉണ്ടാകുന്ന സാധ്യത ആ പ്രദേശത്തിന്. പക്ഷെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ പരിചരണം വളരെ ആവശ്യമാണ്. ആദ്യത്തെ 3 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിചരണം വളരെ ആവശ്യമാണ്. കൂടുതൽ ഇളപെട്ടി വരാനും ചെടി നന്നായി വരാനും ഹെൽത്തിൽ വളരാനും പരിചരണം ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ നനച്ചാൽ മതി, വളം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇടയ്ക്ക് വളം ചെയ്തിരിക്കുന്ന നല്ലതാണ്. ഇതൊക്കെ ഏകദേശം എത്ര വർഷം പഴക്കമുള്ള ചെടികളായിട്ടായിരിക്കുന്നത്? ഇതെല്ലാം റിജക്ട് ചെയ്ത് ഇതൊക്കെ തിരിവായിട്ട് ബാധിക്ക് തള്ളിയിട്ടുള്ളതാണ്. നല്ലതായിരിക്കുന്നത് ഇതൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ഇങ്ങനെ ആയി വരുന്നത്. ഇത് ആയി വരുന്നത് ഒരു മാസത്തിലുള്ള ഫ്ലവർ വരും അല്ലേ? ഇത് ഫ്ലവർ ഉണ്ടാവണത് ഇതിനുള്ളിൽ എടുത്തു പോകണതല്ലേ. ഇതൊക്കെ ഫ്ലവറിൻ്റെ സമയമാണ്. ഇതൊക്കെ അവിടെ വിറ്റ് പോകുന്നു. ഇതെല്ലാം മോശം ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് കൊടുക്കുന്നു. ഇതൊക്കെ തിരിവാണല്ലേ? തിരിവാണ്. ഞാൻ ഇതിലും ആൾക്കാരുണ്ട് വരുന്നുണ്ട്. തിരിവെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്നല്ല, അതിൽ തിരിവ് വില വളരെ കുറച്ച് മേടിക്കല്ലോ. ഇതും ഈ പറഞ്ഞ പോലെ നമ്മുടെ മിനിയേച്ചർ ഒരു വെറൈറ്റിയാണത്. മിനിയേച്ചർ ഒരു വെറൈറ്റിയാണ്. അത് വളരെ നേരത്തെ പൂവാകും. കുറച്ച് വൈകി പൂവെന്ന പൂ കുറച്ച് ഒന്നും കൂടി കൊലയില് ഇതില് 10-50 പൂ വരെ വരും കൊലയില്. അങ്ങനത്തെ കടകളായി വരുന്നത്. ഒരു 4 മാസം നോക്കും ഇതിന്റെ പൂവ്. ലാസ്റ്റിംഗ് കൂടുതലാണ്. ചെറിയ ചെടിയാണ്, ചെറിയ സ്പേസ് മതി. അതെ, പക്ഷേ അത്രയ്ക്ക് ആയി വരാൻ ഇനിയിപ്പോ 2 വർഷങ്ങൾ എടുക്കും. 2 വർഷം എടുക്കും. വളരെ സമയം എടുക്കും അല്ലേ? വളരെ സമയം എടുക്കും. മോനോട് കുറച്ച് നേരം ചോദിച്ചിട്ട് വേണോ വേണ്ടതെന്ന് ഉള്ളൊരു ചോദ്യമാണ്. ചേട്ടൻ എങ്ങനെയാണ് ശരിക്കും ഈ ഓർക്കിഡ് കൃഷിയിലേക്ക് വന്നത്? ഞാൻ ഓർക്കിഡ് കൃഷിക്കാരനൊന്നല്ലായിരുന്നു. ഞാൻ എൻ്റെ ഫീൽഡൊക്കെ വേറെയായിരുന്നു. ഞാനൊക്കെ ഫാക്ടറി ജീവനക്കാരൊക്കെ തന്നെയായിരുന്നു. പിന്നെ വയസ്സാം കാലത്ത് ചെടികൾ നേരത്തെ വീട്ടിലുള്ളതെന്ന്. അങ്ങനെ ചെടികൾ ധാരാളമായി വീട്ടിൽ ഓർക്കിഡ് തന്നെയായിരുന്നു. ഓർക്കിഡ് എടുക്കാൻ വേണ്ടി ചിലവ് നോക്കാതെ എവിടെന്നെങ്കിലും ഏത് ഭാഗത്തുണ്ടായാലും അത് ഞാൻ അവിടെ കളക്ട് ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ചെടികൾ നേരത്തെ വീട്ടിൽ ധാരാളമായി. അങ്ങനെ ഒരിക്കലാണ് കൃഷി ഓഫീസർ വന്നിട്ട് ഇവിടെ ഒരു വിസിറ്റിങ് നടത്തിയത്. ഓർക്കിഡിനെ പറ്റിയിട്ട് മൂപ്പര് അയാൾ ഓർക്കിഡ് കമ്പക്കാരനായിരുന്നു. അയാൾ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം നിങ്ങൾ ഇപ്പോഴെന്നല്ല 10-25 വർഷം വേണ്ടത്തെ കാര്യമായിരുന്നു. അന്ന് ഓർക്കിഡ് ഉണ്ടായിരുന്നു. പിന്നീടാണ് 2004 കൃഷി ഈ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നത്. അതിന് കൃഷി ഓഫീസറാണ് അതിന് പ്രചോദനമൊക്കെ തന്നത്. അയാളിന് വേണ്ട പുള്ളി സപ്പോർട്ടായിരുന്നു. അതിന് നിർദ്ദേശങ്ങൾ തന്നു. ഈ സാധനങ്ങൾക്ക് എവിടെ കിട്ടും, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ തന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം അത് മാത്രമല്ല ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി ഉണ്ടായിരുന്നൊക്കെ കിട്ടി. അത് പ്രചോദനമായി. അങ്ങനെ കൃഷി ചെയ്ത് വന്നു. കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ കൃഷിയുടെ മാതിരി ചെയ്യേണ്ടത് നമ്മള്. അങ്ങനെ കൃഷിക്കാരനായതാണ്. അല്ലാണ്ട് കൃഷിയുടെ രീതിയിലേക്ക് വന്നു. അതെ അതെ. ഇപ്പൊ ചെയ്യണേ പിന്നെ അതിൻ്റെതായ രീതിക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ കൂടുതൽ പണം ഇറക്കി എല്ലാ സാധനങ്ങൾ കൊണ്ടുവന്നു ചെയ്യേണ്ട രീതി ഉണ്ട്. ആ രീതി കൂടെ ചെയ്യാൻ തുടങ്ങി. വെറുതെ കൊണ്ടുവന്നു കുറച്ച് ചെടി കൊണ്ടുവന്ന് അവിടെ വെച്ചു, അതിനെ നനച്ചു വളഞ്ഞു, അങ്ങനെയല്ല. ഒരു ചിട്ടയുണ്ട്. ആ ചിട്ട ആ രൂപത്തിൽ കൂടെ നമ്മളാക്കി കൊണ്ടുവന്നു. ഇപ്പോഴും ചെയ്യുന്നു. ഇപ്പം അത്യാവശ്യം എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന ഒരാളായി മാറി ഓർക്കിഡിന്. ചേട്ടാ, അപ്പോൾ ഇനി വരാൻ പോകുന്ന കർഷകർക്ക്, യുവ കർഷകർക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും അഡ്വൈസ് തരുന്നുണ്ടോ? ഓർക്കിഡ് എന്നിട്ട് കർഷകർ ചെയ്യാൻ അങ്ങനെ വിചാരിച്ച് കർഷകർക്ക് നമ്മൾ ചെയ്യാൻ തയ്യാറാണോ? നമുക്ക് ഏത് ഫീൽഡിലും അതിനെ വിജയിക്കാൻ കഴിയും. പക്ഷേ വേണമെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം. നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാവണം. അവർക്ക് മാത്രമേ ആ വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് നോക്കിയേക്കാം, അല്ലെങ്കിൽ കക്ഷത്തോടെ ഏറി വയ്ക്കാം. അത്രേ ഉള്ളൂ അല്ലേ? ഇത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ വിപണന സാധ്യത എന്താണ് ഇപ്പോഴത്തെ ഒരു വിപണന സാധ്യത കൊണ്ടെന്നേ ഈ ഓർക്കിഡ് ഇപ്പോൾ 5% ആൾക്കാർ ഓർക്കിഡിലേക്ക്, ജനങ്ങൾ 5% ആൾക്കാരാണ് ഓർക്കിഡിലേക്ക് തിരിഞ്ഞിട്ടുള്ളൂ. കാരണം ഒക്കെ നേരത്തെ ഉണ്ടായിരുന്ന മണ്ണിലുണ്ടായിരുന്ന ചെടികളൊക്കെ അല്ലേ, അതൊക്കെ പൂവുണ്ടായി 5 ദിവസം മേലെ നിൽക്കുന്നില്ല. ഇതിപ്പോൾ ഇത് 1 മാസം തൊട്ട് 4 മാസം വരെ ഓർക്കിഡിൻ്റെ പൂവുകൾ നിൽക്കുന്നത്. ഇനി വരും കാലങ്ങളിലൊക്കെ ആൾക്കാർ ഓർക്കിഡിലേക്ക് തിരിയും. കാരണം ഒരു ചെടി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പരിചരണം വളരെ കുറവാണ്. പക്ഷെ അത് നമ്മളായിട്ട് ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇതിന് ഉള്ളോ എന്ന് തോന്നിക്കളയും. മറ്റേങ്ങനെ മണ്ണ് കൊണ്ടുവരണം, കുഴയ്ക്കണം, അതിൽ മണ്ണിന് വേണ്ട വളങ്ങളൊക്കെ ചേർക്കണം, ചട്ടിയിൽ ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം അതിനോട് താല്പര്യം കുറേ കൂട്ടർക്ക് കുറഞ്ഞു കഴിഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇത് കാണുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യം 2004 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 100 ചെടി പൂവുള്ളതെടുത്ത് കൊണ്ടുവന്നിട്ട് വിറ്റ് പോകാൻ ബുദ്ധിമുട്ടായി തീർന്നു ആ ഒരു സമയത്ത്. കാരണം ആൾക്കാരെ ധാരണ ഉണ്ടായിരുന്നു, അറിയാന്ന്. ഇന്ന് അങ്ങനെയല്ല. 100 ചെടി വേണമെങ്കിൽ ഒരു ദിവസം ചില 1 മണിക്കൂറോടെ ഒക്കെ ചില. അപ്പോൾ ജനങ്ങളിൽ വന്നു തുടങ്ങി.
ആളുകൾ കൂടുതലായിട്ട് അപ്പോൾ ഇനി ചെയ്യാം. ജനങ്ങൾക്ക് പുതിയ നഴ്സറി ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പുതിയ സംരംഭകർക്ക് ഓർക്കിഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിൽ പക്ഷെ ചെയ്യുമ്പോൾ ഏതൊരു കൃഷി ചെയ്യുമ്പോഴും അതിൻ്റെതായ രീതിയിൽ ചെയ്താലാണ് അതിൽ ശാസ്ത്രീയമായിട്ട് ചെയ്യാം. ശാസ്ത്രീയം വെച്ചാൽ അതിൻ്റെ രീതിയുണ്ട്. അതിന് ശാസ്ത്രീയത എന്ന് പറയുന്നത് അവർക്ക് അതിൽ. അപ്പോൾ നമ്മളിവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ചെടിയൊക്കെ വാങ്ങിക്കാൻ വരുന്നവർക്ക് ചേട്ടൻ ഇതേപോലെയുള്ള അഡ്വൈസൊക്കെ കൊടുക്കാറുണ്ട് അത്യാവശ്യം? നിങ്ങൾ ഇതിനെപ്പറ്റി എന്ത് ചോദിച്ചു പറഞ്ഞാലും ശരിയായ മറുപടി എൻ്റെ നിന്ന് കിട്ടും. അതാണ്. ഓക്കെ. അങ്ങനെ സംശയങ്ങൾ ചോദിക്കാറുണ്ടോ? അപ്പോൾ കൊണ്ടുപോകുന്നത് എത്ര പേര് സംശയം ചോദിക്കും. ഇതിനെപ്പറ്റി പഠിക്കാൻ തന്നെ വരുന്നുണ്ട് ആൾക്കാർ. ആദ്യം ചോദിക്കും ഞങ്ങൾ വരട്ടെ. ഞാൻ വരുന്നവർ ആരോടും ഇന്നേരം വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ തിരക്കുള്ള നേരത്ത് പോലും അവരെ ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ട് എൻ്റെ ഒഴിവ് സമയം കാത്തിരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്ങനെയായിട്ട് ഹാൻഡിൽ ചെയ്യണം? ഈ ഫാം മൊത്തം ഹാൻഡിൽ ചെയ്യണ ചേട്ടൻ ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കല്ല, സ്റ്റാഫ് ഉണ്ട്. സ്റ്റാഫ് ഉണ്ടാവും. ചേച്ചി സഹായിക്കാറുണ്ടോ? അപ്പോൾ ഇല്ലല്ല, അവർക്ക് വീട്ടിലത്തെ ജോലിയും കാര്യമില്ല. അവരെ സഹായമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. വരുന്നതന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചേട്ടൻ ഒറ്റയ്ക്കാണത്? എനിക്ക് അല്ലേ? ഇപ്പോഴും നനയ്ക്കുന്നത് ഞാൻ തന്നെയാണ്. നാന വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല, ജോലിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. ഞാൻ തന്നെ നനയ്ക്കും. ചേട്ടൻ തന്നെ ചെയ്യാറില്ല? നാന അവർ വളം ചെയ്യുമ്പോഴും വളം മിക്സ് ചെയ്ത് ഞാൻ കൊടുക്കുള്ളൂ. ചേട്ടൻ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്? അതെ അതെ, അത് വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ എങ്ങനെയാ നമ്മൾ സെയിൽ എങ്ങനെയാ? ഇത് ഓൺലൈനോ അല്ലെങ്കിൽ കൊറിയർ? ഓൺലൈൻ ഞാൻ ചെയ്യില്ല. ഓൺലൈൻ ഒരിക്കലും ചെയ്യില്ല. കൊറിയറും ഇല്ല അല്ലേ? ഇല്ല, ഓൺലൈനിൽ കൊറിയർ എന്ന് പറഞ്ഞത് ചെയ്യാൻ താല്പര്യമില്ല. കാരണം അതിൽ നിന്ന് മറ്റുള്ളവരെ കമൻറ്റ് കേൾക്കാൻ തീരെ ഇഷ്ടമില്ല. കാരണം കുറ്റം പറയാവുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്ക് യാഥാർത്ഥ്യത്തിൽ വരില്ല. അവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനെന്തിനും മറ്റുള്ള കുറ്റം കേൾക്കണം? എനിക്കത് ആവശ്യമില്ല. ഡയറക്റ്റ് സെയിൽ മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, ഇവിടെ വന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് ആൾ സ്വാതന്ത്ര്യം. ഏത് ഇഷ്ടം പോലെ ആവശ്യമുള്ള പ്ലാന്റ് തെരഞ്ഞെടുക്കുക. പിന്നെ നിങ്ങളുടെ ഏത് സംശയവും ഞാൻ ദൂരീകരിക്കും. എല്ലാവരും ചെടി സംബന്ധം, ഓർക്കിഡ് സംബന്ധമായ എല്ലാ എൻ്റെ ഈ 20-25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഞാൻ നഴ്സറി ആയിട്ട് തുടങ്ങിയിട്ട് 20 വർഷം കഴിഞ്ഞു. ആ അനുഭവം വെച്ചിട്ട് നിങ്ങളുടെ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. ഇതൊക്കെ എങ്ങനെ ഇത് ഈ രൂപത്തിൽ വരുന്നതാണോ അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുന്നതാണോ? അല്ല, അത് രണ്ടുമുണ്ട്. ഇത് ഇവിടെ വന്നിട്ട് പോട്ട് ചെയ്തിട്ട് വലുതാക്കി എടുക്കുന്നതാണ് എൻ്റെ ശരിയായി കയറാൻ. ഇന്ന് ഈ ഓർക്കിഡ് തന്നെ ഇള പൊട്ടിയിട്ട് വെറുതെ ഇനങ്ങളുണ്ട്. പക്ഷെ ഉണ്ടായാലും തന്നെ അതിനെ പോഷിപ്പിച്ചെടുക്കാൻ അതിൻ്റെതായ വളങ്ങൾ കൊടുത്താൽ അങ്ങനെ വളങ്ങൾ കൊടുത്താലാണ് ഇങ്ങനെ അത് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ആ വളങ്ങൾ കൃത്യമായ സമയത്ത് കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അതായത് മറ്റ് നഴ്സറിയിൽ പോയാൽ അത് കാണാത്തൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അവിടെ പോയാൽ ഈ ചെടി അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഗ്രോത്ത് കിട്ടണമെന്നില്ല, ഇതുപോലെ ആൾ പൊട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ കൃത്യമായി ആ വളം ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ കിട്ടുന്നത്. നമ്മൾ എന്ത് വളമാണെങ്കിലും അപ്ലൈ ചെയ്യുന്നത് ശരിക്കും വളം ചെയ്യുന്നപ്പോൾ ഞാനിവിടെ ഈ തോന്നി വാരി വളം ചെയ്യുന്നില്ല, കുറച്ച് തന്നെ വളം ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ട് തന്നെ ചെടികൾക്ക് എന്താ ആവശ്യം അത് കൊടുക്കുന്നു. അതായത് മൂലകങ്ങൾ 18, അതായത് പ്രൈമറി ആയത് 5 എണ്ണം. അതാണ് ഇപ്പോൾ സാധാരണ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനത് കൊടുക്കുന്നു. പ്രൈമറി കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പ്രൈമറിയിൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ 18 മൂലകങ്ങളിൽ മുഴുവൻ കിട്ടുന്നില്ല. പക്ഷെ പ്രൈമറിയും സെക്കൻഡറിയും നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. സെക്കൻഡറി വരുന്നത് അത് കൊടുക്കുന്നുണ്ട്. കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ ആ സെക്കൻഡറിയിൽ വരുന്നതാണ്. അത് കൂടാതെ പിന്നെ നമ്മൾ കൊടുക്കുന്നു, അയണും കൊടുക്കുന്നുണ്ട്, ബോറോണും കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കുറേ ചെറിയ രീതിയിൽ ചില സമയത്തൊക്കെ ഫുള്ളായിട്ട് എന്നും കൊടുക്കാനുള്ളതല്ല. മാസത്തിൽ 1 തവണ, മാസത്തിൽ 2 തവണ അങ്ങനെ വെച്ച് കൊടുക്കണം. അത് കൊടുത്തു വരുമ്പോഴാണ് ചെടികൾക്ക് എല്ലാതും കിട്ടി. ഇപ്പം നമ്മൾ കഞ്ഞിയും ചോറും മാത്രം കഴിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ മത്സ്യം, മാംസം, മുട്ട, പാല്, ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നില്ലേ? ഇത് കൂടാതെ വൈറ്റമിൻ കിടന്ന എന്ന് പറഞ്ഞ സസ്യങ്ങൾക്ക് അതിൻ്റെതായ സാധനം കിട്ടുമ്പോൾ അത് ആ അളവിൽ വലുതായി വരുള്ളൂ. അതൊക്കെ തന്നെ. അപ്പം അതിൻ്റെ ആവശ്യമായ സാധനം കിട്ടുന്നുണ്ട്. അത് നന്നായി വരുന്നു. പിന്നെ ഏത് കൊടുത്താലും ചെടികൾ എടുക്കുന്നുണ്ടോ, ഇലകൾ എടുക്കുന്നുണ്ടോ, എപ്പോഴാണ് കൊടുക്കുന്നത്, അതൊക്കെ പ്രത്യേകത ഉണ്ട്. ഇപ്പം നമ്മൾ കൊടുക്കേണ്ട ഡ്യൂറേഷൻ അല്ല, കൊടുക്കേണ്ട ക്രമമുണ്ട്. അതിപ്പോൾ സൂര്യൻ വെയിലുള്ള സമയത്ത് ഒരിക്കലും ചെടി കൊടുക്കാൻ പാടില്ല. കാലത്തിപ്പോൾ നനയ്ക്കാനേ പാടുള്ളൂ. ഈവനിങ്ങിൽ ഇപ്പോൾ 4 മണിക്ക് ശേഷം വെയിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് വളം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ വളം ചെയ്താൽ ആ ചെടികൾ എടുക്കുള്ളൂ. പിന്നെ നമുക്ക് എപ്പോഴും ഒഴിവാ നേരത്ത് വളം ചെയ്യാൻ പോയാൽ ചെടികൾ വളം എടുക്കില്ല. പിന്നെ കുറച്ച് വളം തെറ്റിയത് കടയിലൊക്കെ പോയിട്ട് വേരിലൂടെ വലയും എടുത്തു ഇത്രയേ ഉള്ളൂ. ഇലയും എടുക്കില്ല. ഓർക്കിഡ് സാധാരണ ഇലവിലിക്കാണ് നമ്മൾ കൊടുക്കാറ് പതിവ്. കൊടുക്കുന്നത് ഇലയുടെ പ്രത്യേകിച്ച് ഇലയുടെ അടിഭാഗത്ത് തട്ടിരിക്കുന്ന നിർബന്ധമാണ്. അപ്പം അത് കൃത്യമായ സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. 4-ാം ദിവസം വളം ചെയ്യുന്നുള്ളത് ശരിയാണ്.
പിന്നെ മറ്റുള്ള ഇതൊക്കെ നമ്മൾ മാസത്തിൽ ഒരു തവണ 15 ദിവസം കൂടുമ്പോൾ ഒരു തവണ അങ്ങനെ കൊടുക്കുന്നുണ്ട്. മാസത്തിലപ്പോൾ മിനിമം നമ്മൾ 2 പ്രാവശ്യം ചെയ്തിരിക്കണം അല്ലേ? മിനിമം മാസം 2 പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണം. പിന്നെ ഈ പ്രൈമറി നമ്മൾ കൊടുക്കുക NPK എന്ന് പറയുന്നുണ്ടല്ലോ, അത് 4-ാം ദിവസം അവിടെ കൊടുക്കാറുണ്ട്. ഓക്കെ.